ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കേരളത്തിലെ വിവിധ സമരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം പുലയ ലഹള നോക്കും, അത് കഴിഞ്ഞാൽ പെരിനാട് ലഹള നോക്കും, അതായത് കല്ലുമാല സമരം, പിന്നീട് കല്ലറ പാങ്ങോട് സമരം നോക്കും, പിന്നീട് പട്ടിണി ജാഥ, നെയ്യാറ്റിൻകര വെടിവെപ്പ്, വട്ടിയൂർക്കാവ് സമ്മേളനം, കടക്കൽ സമരം, കരിവള്ളൂർ സമരം, കുട്ടൻകുളം സമരം, MSP സമരം, മേച്ചിപ്പുല്ല് സമരം, ഉദയപേരൂർ സുന്നഹദോസ്, കൂനൻ കുരിശ് സത്യം. ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ. അപ്പം നമുക്ക് ആദ്യം തന്നെ പുലയ ലഹള വെച്ച് തുടങ്ങാം. പുലയ ലഹള എന്ന് പറയുന്നത് 1915 നടന്നിട്ടുള്ള സമരമാണ്. ഇതെന്ന് പറയുന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരമാണ്. ഈ ഒരു സമരത്തിനെ എന്തു പറയും? ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന സമരം ഏതാണ്? പുലയ ലഹളയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഊരുട്ടമ്പലം ലഹള എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്തുള്ള ഊരുട്ടമ്പലം എന്ന സ്ഥലത്താണ് ഈ ഒരു ലഹള നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഊരുട്ടമ്പലം ലഹള എന്ന് വിളിക്കുന്നത്. ഇനി 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത് ഇത് മലയാള മാസം 1990-ലാണ് നടക്കുന്നത്. നമ്മൾ അല്ലാതെ നോക്കുകയാണെങ്കിൽ 1915, എന്നാൽ മലയാള മാസം നോക്കുമ്പോൾ 1990-ലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കും. ഇനി ഈ ഒരു പുലയ ലഹള നടക്കാനുള്ള കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനി എന്താണ് ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ലഹള ഉണ്ടാവുന്നത്. ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന ലഹള എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുലയ ലഹളയെ പറയാം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് പെരിനാട് ലഹളയാണ്. പെരിനാട് ലഹളയുടെ മറ്റൊരു പേരാണ് കല്ലുമാല സമരം. ഇതും നടക്കുന്നത് 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. കൊല്ലം പെരിനാടിലാണ് ഇത് നടക്കുന്നത്. ഈ ഒരു പെരിനാട് ലഹള ഉണ്ടാവാനുള്ള കാരണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, പുലയരുൾപ്പെടുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളിൽ എന്താണ് കാതിലും കഴുത്തിലും ജാതിയുടെ അടയാളമായിട്ടുള്ള കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്താണ് ഈ ഒരു കഴുത്തിലും അതുപോലെ തന്നെ കാതിലൊക്കെ ഈ ഒരു കല്ലുകൊണ്ടുള്ള ആഭരണം അണിയുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, അത് ജാതിയുടെ ഒരു ലക്ഷണമായിട്ടാണ്. അതായത് അവർ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ ഒരു കാതിലും കഴുത്തിലും ഇട്ട ആ ഒരു മാല വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതെന്താണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എന്താണ് ഈ ഒരു കല്ലുമാല ബഹിഷ്കരിക്കുകയും സവർണ ജാതിക്കാർ അണിയുന്ന ആഭരണങ്ങൾ അണിയുവാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാർ നേടിയെടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലഹളയാണ് ഏതെന്ന് പറയുന്നത് പെരിനാട് ലഹള. ഇത്രയാണ് നമ്മൾ പെരിനാട് ലഹളയിൽ പറയുന്നത്. അടുത്തത് നമ്മൾ കല്ലറ പാങ്ങോട് സമരമാണ് പറയുന്നത്. ഇത് 1938-ലാണ് നടക്കുന്നത്. സർ CP രാമസ്വാമിക്കെതിരെ നടന്നിട്ടുള്ള സമരമാണ് ഇത്. ഈ ഒരു കല്ലറ പാങ്ങോട് ലഹള. കല്ലറ പാങ്ങോട് ലഹള വഴി തൂക്കിലേറ്റപ്പെട്ട 2 ആളുകളുണ്ട്, കൊച്ചാപ്പി പിള്ള, K കൃഷ്ണൻ. ഇവർ രണ്ടുപേരെന്താണ് ഈ ഒരു സമരത്തിൻ്റെ കല്ലട പാങ്ങോട് സമരവുമായി ബന്ധപ്പെട്ടിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. വധശിക്ഷയല്ല, തൂക്കിലേറ്റപ്പെട്ടവരാണ്. അടുത്തത് നമ്മൾ പട്ടിണി ജാഥയാണ് പഠിക്കുന്നത്. പട്ടിണി ജാഥ നടക്കുന്നത് 1936 AK ഗോപാലൻ്റെ നേതൃത്വത്തിലാണ്. ഇത് കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് ഈ ഒരു ജാഥ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ജാഥ നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലബാറിലെ ജനജീവിതത്തിലെ ശോചനീയാവസ്ഥ നമ്മുടെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? കാരണം പണ്ട് കാലത്ത് മലബാർ എന്ന് പറയുന്നത് മദ്രാസിൻ്റെ കീഴിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നമ്മുടെ AK ഗോപാലൻ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് ഈ പട്ടിണി ജാഥ 1936 സംഘടിപ്പിക്കുന്നത്. ഈ പട്ടിണി ജാഥയുടെ മറ്റൊരു നേതാവാണ് ചന്ദ്രോത്ത് കുഞ്ഞിരാമൻ. അടുത്തത് നമ്മൾ അടുത്ത അടുത്ത ടോപ്പിക്കായിട്ടുള്ള നെയ്യാറ്റിൻകര വെടിവെപ്പാണ് നോക്കുന്നത്. നെയ്യാറ്റിൻകര വെടിവെപ്പ് 1938-ലാണ് നടക്കുന്നത്. നമ്മൾ ഡേറ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 31. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ NK പത്മനാഭ പിള്ളയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര വെടിവെപ്പ്. ഈ ഒരു നെയ്യാറ്റിൻകര വെടിവെപ്പിലെ രക്തസാക്ഷി എന്ന് പറയുന്നത് വീരരാഘവനാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് വട്ടിയൂർക്കാവ് സമ്മേളനം. നമ്മുടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് സമ്മേളനം. ഇത് നടക്കുന്നത് ഡിസംബർ 22, 23 കാലയളവിലാണ് ഈ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നത്. ഇനി നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നോക്കുകയാണെങ്കിൽ, അത് 1938 ഫെബ്രുവരി 25-നാണ്. നമ്മൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. ഇതെന്തായിരുന്നു? നമ്മുടെ
ഈ സർ CP രാമസ്വാമിക്കെതിരൊക്കെ അദ്ദേഹത്തിൻ്റെ ദിവാൻ ഭരണം മാറ്റിയിട്ട് എന്താണ് ഉത്തരവാദ ഭരണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് തിരുവിതാംകൂറിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. എന്നായിരുന്നു രൂപീകരിച്ചത്? 1938 ഫെബ്രുവരി 23-നായിരുന്നു രൂപീകരിച്ചത്. അപ്പം രൂപീകരിച്ചതിന് ശേഷം ആദ്യ സമ്മേളനം നടക്കുന്നത് 1938 ഫെബ്രുവരി 25-നാണ്. ഈ ഒരു TSCയുടെ ആദ്യ വാർഷിക സമ്മേളനം എന്ന് പറയുന്നത് അത് വട്ടിയൂർക്കാവാണ് നടക്കുന്നത്. അത് ഡിസംബർ 22-23 കാലയളവിലാണ് നടക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കടക്കൽ സമരമാണ്. ഇത് 1938-ലാണ് നടക്കുന്നത്. കൊല്ലത്താണ് നടക്കുന്നത്. കൊല്ലം ജില്ലയിലെ കടക്കലിലെ ചന്തയിൽ എന്താണ് ഗവൺമെൻറ് ഏജന്റുമാർ ട്രോൾ അമിതമായിട്ട് പിരിക്കുകയുണ്ടായി. അപ്പം ഇതിനെതിരെ നടന്നിട്ടുള്ള ഒരു സമരമാണ് കടക്കൽ സമരം. കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. അപ്പോൾ രാഘവൻ പിള്ള എന്ന് പറയുന്നത് ഈ കടക്കൽ സമരവുമായി ബന്ധപ്പെട്ടിരിക്കും. അടുത്ത് നമ്മൾ കരിവള്ളൂർ സമരമാണ് പഠിക്കുന്നത്. 1946-ലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത്. കണ്ണൂരിലാണ് നടക്കുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂഴ്ത്തിവെപ്പിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ജനമുന്നേറ്റമാണ്. നമുക്ക് വേണമെങ്കിൽ ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളും കൈത്തൊഴിലാളികളൊക്കെ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള കർഷക തൊഴിലാളികൾ കൈത്തൊഴിലാളികളൊക്കെ ചേർന്നിട്ടാണ് ഈ കരിവള്ളൂർ സമരം നടക്കുന്നത്. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് K. ദേവയാനിയാണ്. ഇനി ഇതിലെ നേതാക്കളെ പറയുകയാണെങ്കിൽ AV കുഞ്ഞമ്പു, K. കൃഷ്ണൻ മാസ്റ്റർ, P. കുഞ്ഞിരാമൻ ഇവരൊക്കെയാണ് നേതാക്കൾ. അതിൽ നമ്മുടെ AV കുഞ്ഞമ്പു എന്ന് പറയുന്നത് നമ്മുടെ ദേവയാനി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ദേവയാനിയുടെ ഹസ്ബൻഡാണ് AV കുഞ്ഞമ്പു എന്ന് പറയുന്നത്. ഇനി K. ദേവയാനിയുടെ ബയോപിക്കാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നവജവാൻ പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. എക്സ്ട്രാ ഫാക്റ്റിൽ നവജവാൻ പാർട്ടി ഫോം ചെയ്യുന്നത് നമ്മുടെ ഭഗത് സിംഗ് ആണ്. ഇതിൻ്റെ മാതൃകയിൽ നമ്മുടെ അഭിനവ് ഭാരത് യുവക് സംഘ് AV കുഞ്ഞമ്പു, നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ദേവയാനിയുടെ ഹസ്ബൻഡ് ഫോം ചെയ്യുന്നതാണ് അഭിനവ് ഭാരത് യുവക് സംഘ് AV കുഞ്ഞമ്പു. അപ്പം ഈ നവജവാൻ പാർട്ടിയുടെ ഒരു ഫോർമാറ്റിലാണ് ഇത് ഫോം ചെയ്യുന്നത്. നവജവാൻ പാർട്ടി ആരാ ഫോം ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗത് സിംഗ് ആണ്. അടുത്തത് നമ്മൾ കുട്ടൻകുളം സമരമാണ്. 1946-ലാണ് ഇത് നടക്കുന്നത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഈ തൃശ്ശൂരിലെ ഇരിങ്ങാലിക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടന്ന സമരം എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് ആ ക്ഷേത്ര പ്രദേശത്തുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ സമരം എന്നൊക്കെ നമുക്ക് കുട്ടൻകുളം സമരം പറയാം. കുട്ടൻകുളം സമരത്തിൻ്റെ ലീഡർ എന്ന് പറയുന്നത് PK ചാത്തൻ മാസ്റ്ററും PK കുമാരൻ മാസ്റ്ററുമാണ്. ഈ ഒരു കുട്ടൻകുളം സമരത്തിൻ്റെ മറ്റൊരു പേരാണ് വഴി നടക്കൽ സമരം. ഇത്രയാണ് നമ്മൾ കുട്ടൻകുളം സമരത്ത് പഠിക്കുന്നത്. അടുത്തത് നമ്മൾ MSP സമരമാണ് പറയുന്നത്. അത് MSP സമരം 1946-ലാണ്. ഈ മലബാറിലെ സ്പെഷ്യൽ ഓഫീസിലെ ഒരു വിഭാഗം ജീവനക്കാർ നടത്തിയിട്ടുള്ള സമരമാണ് MSP സമരം. നമ്മൾ എക്സ്ട്രാ ഫാക്ട് എന്ന രീതിയിൽ MSP സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത ആളെ പറയുന്നുണ്ട്. അത് റിച്ചാർഡ് ഹിച്ച് കോക്കാണ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് വരുന്നത്. മേച്ചിപ്പുല്ല് സമരം 1946-ലാണ് ഇത് നടക്കുന്നത്. കണ്ണൂരിലാണ് നടക്കുന്നത്. ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് PK കുഞ്ഞാക്കമ്മയാണ്. അത്രേ നമ്മൾ അതിൽ പഠിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഒരു 2 ടോപ്പിക്കും കൂടിയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ഒന്നാമത്തത് ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ സുന്നഹദോസ് എന്ന് പറയുന്നത് 1599 എറണാകുളം ഉദയംപേരൂരിൽ നടന്നിട്ടുള്ള ഒരു സമ്മേളനമാണ്. ഇത് വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭയെ എന്ത് ചെയ്യുക, റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ നടത്തിയിട്ടുള്ള ഒരു പുരോഹിത സമ്മേളനമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവഴി എന്ത് ചെയ്യാണ്? കേരള ക്രൈസ്തവ സഭയ്ക്ക് എന്താണ് പോപ്പിൻ്റെ ആധിപത്യം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സമ്മേളനത്തിൽ ടോട്ടലി 813 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അലക്സിസ് ഡി മെനസിസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, മെനസിസ്. ഈ ഒരു മെനസിസ് ആണ് ഇതിൻ്റെ അധ്യക്ഷൻ എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ 7 ഡേയ്സിലായിട്ടാണ് 7 ദിവസമായിട്ട് 9 യോഗങ്ങളാണ് ഉദയംപേരൂർ സുന്നഹദോസ് നടത്തിയിട്ടുള്ളത്. ഈ സുന്നഹദോസ് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡാണ്. ഇനി നമുക്കൊരു PYQ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു ഉദയംപേരൂർ സുന്നഹദോസ് വഴി ചോദിച്ച ഈസ്റ്റ് സിറിയാനി ആരാധനാക്രമം ഒഴിവാക്കി അതിന് പകരം റോമൻ ആരാധനാക്രമവും ലാത്തിൻ ഭാഷയും നിർബന്ധമാക്കിയത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉദയംപേരൂർ സുന്നഹദോസ് ആണ്. അതായത് ഈ ഒരു ഉദയംപേരൂർ സുന്നഹദോസിന് മുമ്പ് എന്തായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രൈസ്തവ സഭ? ഈസ്റ്റ് സിറിയാനി ആരാധനാക്രമമായിരുന്നു എന്താക്കിയിട്ടുള്ളത്, ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് അതിന് പകരം ഉദയംപേരൂർ സുന്നഹദോസ് വന്നതിന് ശേഷം എന്താണ് റോമൻ ആരാധനാക്രമവും ലത്തീൻ ഭാഷയും നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത്. അതായത്
ഭാഷ നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഉദയപേരൂർ സുന്നഹദോസ് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് കൂനൻ കുരിശു സത്യം. ഇതെന്ന് പറയുന്നത് 1653 മട്ടാഞ്ചേരിയിലാണ് നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സുന്നഹദോസ് തീരുമാനങ്ങളിൽ എന്താണ്, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എന്താണ് എതിർപ്പുണ്ടായിരുന്നു. അപ്പം അവരുടെ ഈ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിൻ്റെ മുന്നിൽ നടത്തിയ പ്രതിജ്ഞയാണ് ശരിക്കും ഈ കൂനൻ കുരിശ് സത്യം. നമ്മുടെ ഇതിന് ഓപ്പോസിറ്റ് കുറേ ആളുകൾക്ക് ഉദയപേരൂർ സുന്നഹദോസിനോട് ആ ഒരു സമ്മേളനത്തോടെ എന്താണ് നമ്മൾ ആ ഒരു റോമിൻ്റെ ആരാധനാക്രമവും ലത്തീൻ ഭാഷയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് അവർ നടത്തിയ പ്രതിജ്ഞയാണിത്. ഇനി ലത്തീൻ ബിഷപ്പിൻ്റെ തീരുമാനം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഇതാണ് ഇവർ ഇതിലെടുക്കുന്നത് കൂനൻ കുരിശ് സത്യത്തിൽ. ഇനി നമുക്ക് ഈ ഒരു കൂനൻ കുരിശ് സത്യത്തെ എന്ത് പറയാം, മതരംഗത്ത് പോർച്ചുഗീസുകാരുടെ പരാജയത്തിനിടയാക്കിയ സംഭവം എന്ന് നമുക്ക് ഈ കൂനൻ കുരിശ് സത്യം വിശേഷിപ്പിക്കാം. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്കുകൾ.